നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കമ്പനി വിൽക്കാമെന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല. വിറ്റ് അവരവരുടെ ഷെയർ ഞാനങ്ങ് തന്നേക്കാം. അതാവുമ്പോ കൈവിട്ട് വാരണ്ടല്ലോ. അച്ഛാ, അവന്തിയെ, നീ ആ പണം എന്ത് ചെയ്തു? എന്താ ഇത്രയും പണം നിനക്ക് അത്യാവശ്യം? ഞാൻ അച്ഛാ, അച്ഛനെ എടുത്ത് വഴക്കോരണ്ട. ആ 8 ലക്ഷം രൂപ എടുത്ത് ചെലവാക്കിയത് ഞാനാ. എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് എനിക്ക് പണം വേണമായിരുന്നു. ബാങ്ക് സമയത്തിന് മുൻപേ ആയതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് പണം വിഡ്രോ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ കയ്യിൽ കാശ് തികയാത്തതുകൊണ്ട് ഞാൻ ചെന്ന് അക്കൗണ്ടിനോട് പറഞ്ഞെടുപ്പിച്ചതാ. അത് തിരികെ വയ്ക്കാൻ ഞാൻ മറന്നുപോയി. നാളെ ബാങ്ക് തുറന്ന ഉടനെ ഞാനതിന് പരിഹാരം കണ്ടോളാം. സച്ചിയും നിന്നെ അങ്ങനെ ഒരു പാരഗ്രാഫിൽ പറഞ്ഞു തീർത്തിട്ട് പോകാൻ പറ്റുന്ന വിഷയമാണോ ഇത്? ആണോ അച്ഛാ? ഇത്രയും നേരം എന്നെ പറഞ്ഞതൊക്കെ അച്ഛൻ സച്ചിയോട് പറയുന്നില്ലേ? ഇത്രയും നേരം അച്ഛൻ പറഞ്ഞതിനൊക്കെ ഞാനൊരു പെരുങ്കളിയാണെന്നല്ലേ അർത്ഥം? ഹാ, പറയും പോലെ ഞാൻ വന്നു കയറിയതാണല്ലോ. അത്രയ്ക്കൊക്കെ അംഗീകാരം പ്രതീക്ഷിച്ചാ മതിയല്ലോ, അല്ലേ? എടുത്തി, അച്ഛന് ഒരു തെറ്റിദ്ധാരണ പറ്റി. ഞാനത് തിരുത്തുകയും ചെയ്തു. ഞാൻ കാരണം ഏട്ടത്തിക്ക് എന്തെങ്കിലും മനോവിഷമം ഉണ്ടായെങ്കിൽ അതിന് ഞാൻ മാപ്പ് ചോദിക്കാം. ഈ വീട്ടിൽ ഇത്ര ആളുകൾ ഉണ്ടായിട്ടും എന്നെ മാത്രം തെറ്റിദ്ധരിക്കുന്ന എന്തിനാ? അച്ഛന്റെ തെറ്റിദ്ധാരണയും അതുകൊണ്ട് പറഞ്ഞതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. കാരണം ഞാൻ ചെയ്യാത്ത കാര്യങ്ങള് എന്നും എന്റെ തലയിൽ വെക്കാനാ എല്ലാവർക്കും ഇഷ്ടം. നാളെ പരിഹാരം കാണാന്ന് നീ പറഞ്ഞെങ്കിലും അച്ഛൻ എന്നോട് ചോദിച്ചതിൽ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ആ പണം നീ എന്ത് ചെയ്തു? അച്ഛൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ആ 8 ലക്ഷം രൂപ ഈ നിൽക്കുന്ന ഓരോരുത്തർക്കും അവകാശപ്പെട്ട പൊതുമുതലാ. എന്ന് പറഞ്ഞാ എനിക്കും അതിന്റെ അവകാശം ഉണ്ടെന്ന് അർത്ഥം. അങ്ങനെ എനിക്കൂടെ അവകാശപ്പെട്ട ആ പൈസ നീ എന്ത് ചെയ്തു? എന്തായിരുന്നു നിനക്ക് ഇത്രയും പൈസയുടെ അത്യാവശ്യം? അതിന്റെ മറുപടി ഒരു തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് തൃപ്തികരമല്ലല്ലോ. അത് പറയാൻ എനിക്ക് മനസ്സിലെങ്കിലോ. എന്റെ എല്ലാ കാര്യങ്ങളും എല്ലാരും ബോധിപ്പിക്കണം. ഞാൻ ബോധിപ്പിക്കണം. ഈ നിൽക്കുന്ന ആരെന്ത് ചോദിച്ചാലും നീ മറുപടി കൊടുക്കുകയും വേണം. അതിനെനിക്ക് സൗകര്യമില്ലെന്നാ ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടെ മൂപ്പിച്ചിരുന്നെങ്കിൽ അച്ഛൻ ഓങ്ങിയത് അവന്റെ ചെകിട്ടത്ത് കിട്ടിയേനെ. നീ ഇങ്ങനെ എന്നും എന്റെ മുമ്പിൽ തല കുമ്പിട്ടേ നിൽക്കാവൂ. ഒരിക്കലും നിന്റെ തല ഉയർന്നിവിടെ ആരും കാണില്ല. സൂര്യനെ പാഴ്മുറം കൊണ്ട് മൂടാന്ന് കരുതല്ലേ മോളെ. മൂക്കി പഞ്ഞി വെച്ച് കിടത്തും ഞാൻ. തെറ്റ് ചെയ്തിട്ട് അത് ചോദ്യം ചെയ്യപ്പെടുമ്പോ അതിനെ ന്യായീകരിച്ച് മറ്റൊരു തലത്തിൽ കൊണ്ടുപോയി തെറ്റിദ്ധരിക്കാൻ ഇടവരുത്തുന്നതാണ് എന്റെ പ്രശ്നവും വിഷമവും. നിനക്കെന്താ അത് മനസ്സിലാവാത്തത്? ഞാൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ. കമ്പനി പൈസ തിരികെ വയ്ക്കാത്ത തെറ്റ് ഞാൻ സമ്മതിക്കുന്നു.
ന്യായീകരിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോ എങ്ങനെ അത് തെറ്റാവും? അച്ഛനോട് എല്ലാം സത്യം പറയാനാ ഞാനിപ്പോ വന്നത്. ഈ വീട്ടിലെ വേറെ ആരറിഞ്ഞില്ലെങ്കിലും അച്ഛനത് അറിയണം തോന്നി. ആ 8 ലക്ഷം രൂപ ഞാൻ ചെലവാക്കിയത് അർച്ചനയ്ക്ക് വേണ്ടിയാ. ചേച്ചി, നാളത്തേക്കുള്ള പൈസ എല്ലാം ശരിയായോ? ചേച്ചി പറഞ്ഞതുകൊണ്ട് അനൂപേട്ടന് അയാൾ ഇന്നൊരു ദിവസത്തെ അവധി കൂടി കൊടുത്തത്. നാളെ അയാൾക്ക് 9 ലക്ഷം രൂപ തികച്ചും കൊടുത്തേ പറ്റൂ. സച്ചേട്ടനോട് ചേച്ചി ചോദിക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെ എങ്ങനെയാ ചേച്ചി ഇത്രയും കാശ് അയാൾക്ക് കൊടുക്കാൻ പറ്റുന്നേ? അയ്യോ! ഇപ്പൊ തന്നെ വൃന്ദാവനം വീട്ടിലേക്ക് ചെന്ന് ഇന്നലെ പറഞ്ഞതിനും കാണിച്ചതിനും ഒക്കെ മാപ്പ് പറഞ്ഞോണം. ശരി. പിന്നെ ഈ പണം ആര് തന്നെന്ന് ചോദിച്ചാ ഞാനാണെന്ന് പറയുകയും വേണ്ട, മനസ്സിലായോ? അർച്ചന ചോദിച്ചാ ഞാനും അർച്ചന കൊടുക്കുമായിരുന്നിട്ടും അവളത് ചോദിച്ചില്ല. എങ്ങനെ ആ കാശ് കണ്ടെത്തുന്ന ടെൻഷനിൽ നിന്ന് അർച്ചനെ കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല അച്ഛാ. ഇപ്പോഴും വൃന്ദാവനം വീട്ടിലെ അർച്ചന എന്ന എന്റെ ഭാര്യയ്ക്കും ആർക്കും അറിയില്ല ആ 9 ലക്ഷം രൂപയുടെ കടം ഞാനാണ് തീർത്തതെന്ന്. അറിഞ്ഞ സ്ഥലം വിറ്റോ ലോൺ എടുത്തോ എന്റെ കടം വീട്ടാൻ അവർ ശ്രമിക്കും. ചിലപ്പോ ഞാനിങ്ങനെ ചെയ്തത് അവർക്കിഷ്ടമായില്ലെന്ന് വരും. അർച്ചന അറിയുന്ന കരുതിയിട്ടാച്ചാ നേരത്തെ ഞാനത് പറയാത്തത്. ഭാര്യയെ ഒരു തരത്തിലും വിഷമിപ്പിക്കാത്തൊരു ഭർത്താവായി ഇനി അങ്ങോട്ട് ജീവിക്കണമെന്ന് എന്റെ ഉറച്ച തീരുമാനത്തിൽ നിന്ന് എനിക്ക് പറ്റിയ തെറ്റായത്. ചിലപ്പോ എല്ലാവർക്കും അവകാശപ്പെട്ട പണമെടുത്ത് ദൂർത്തടിച്ച ഒരാളെന്ന നിലയിലെ എല്ലാവരും ഇനി എന്നെ കാണത്തുള്ളായിരിക്കും. അർച്ചനയുടെയും വീട്ടുകാരുടെയും സന്തോഷത്തിനും സമാധാനത്തിനും താഴെ നിൽക്കൂ മറ്റെന്തും. ഇനിയും അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തരുത്. നാളെ തന്നെ ആ പണം ഞാൻ തിരികെ വെച്ചോളാം. വേണ്ട, ആ പണം മറ്റെന്തെങ്കിലും കണക്കിൽ കൊള്ളിച്ചാൽ മതി. നീ അത് തിരികെ വെക്കുന്നത് ഒരച്ഛനെന്ന നിലയിൽ എന്റെ പരാജയം കൂടിയാ. എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ ചെയ്തത് തന്നെയാ ശരി. നിന്റെ ഭാര്യ എന്നതിലുപരി എന്റെ മോളല്ലേ അർച്ചന. അവൾക്കൊരാവശ്യം വന്നാൽ ചെലവാക്കാനല്ലാതെ നമുക്ക് പിന്നെ എന്തിനാ പൈസ? നീയാണിതിന് പിന്നിലെന്ന് ആരും അറിയണ്ട. നീ മുടക്കിയ പൈസയുടെ 100 മടങ്ങ് അനുഗ്രഹവും പ്രാർത്ഥനയും അവര് വഴി നിനക്കുണ്ടാവും. ഈ ബിസിനസ്സിൽ നമുക്കുള്ള ലാഭവും അതുതന്നെയാ. മനസ്സിൽ നന്മയുള്ളവർക്ക് ദൈവീകമായ കാര്യങ്ങൾ ചെയ്യാനാവും. ആ നന്മ കൊണ്ട് നീ സമ്പന്നനാ. തെറ്റിദ്ധരിച്ച അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ അങ്ങ് ക്ഷമിച്ചു കളയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.